Hi dear students, to discuss the new topic, that is the fundamental theorem of calculus. Okay. If f of x is a function of one variable, okay, then the fundamental theorem of calculus states that is a b df by dx, rate of change of that function with respect to x into x is equal to f of b minus f of a. ഇതാണ് ജനറൽ ആയിട്ടുള്ള കാൽക്കുലസിലെ ഫണ്ടമെന്റൽ തിയറം എന്ന് പറയുന്ന തിയറം. ഇനി നമുക്ക് അതിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിലെ എഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ, ഇറ്റ് ഈസ് എ വേരിയബിൾ ഓഫ് എക്സ്. ഇവിടെ ഈ ഫംഗ്ഷൻ്റെ വേരിയേഷൻ, അതായത് പോയിന്റ് ഈ എയിൽ നിന്നും തുടങ്ങി ഇങ്ങനെ വന്നിട്ട് പോയിന്റ് ബിയിലേക്ക് പോകുന്ന ഒരു ഫംഗ്ഷനാണ്. ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് പോയിന്റ് എഫ് പി എന്ന് പറയാം. അപ്പോൾ എ എന്ന് പറയുന്ന ഈ പോയിന്റിലെ കറസ്പോണ്ടിങ് ഈ ഫംഗ്ഷന് കറസ്പോണ്ടിങ് വാല്യൂ ആണ് എഫ് എ. ബി എന്ന് പറയുന്ന പോയിന്റിലെ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് നമ്മളെ എഫ് ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ തിയറം പറയുന്നത് ഒരു സ്മോൾ ലെങ്ത് ഡി എക്സ്, ഈ ഡി എക്സിലുള്ള സ്മോൾ ഡി എക്സ് ലെങ്ത്തിലുള്ള ഫംഗ്ഷൻ്റെ ചേഞ്ച്, വെരി ഇൻഫിനിറ്റീസിമൽ ചേഞ്ച്, നമ്മളതിനെ ഡി എഫ് എന്ന് എഴുതാം. അങ്ങനെ ഈ എല്ലാ ഡി എഫ് ബൈ ഡി എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് നമ്മൾ ഇൻ്റഗ്രേഷൻ നടത്തി കഴിഞ്ഞാൽ, അതായത് ഓരോ സ്മോൾ ലെങ്ത് എലമെൻറ്റിലെ ഫംഗ്ഷനിലുള്ള വേരിയേഷൻ ഡി എഫ്, ഇതിങ്ങനെ മൊത്തം കൂട്ടി 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 ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടുന്ന് എവിടം വരെ കൂട്ടണം? ഈ എ മുതൽ ബി വരെ നമ്മളിങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്താണോ അത് ഏതിന് തുല്യമായിരിക്കും? ബി എന്ന് പറയുന്ന പോയിന്റിലെ ഈ ഫംഗ്ഷൻ, അതായത് എഫ് ഓഫ് ബി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്ത് വാല്യൂ ഉണ്ടോ ആ വാല്യൂ കണ്ടുപിടിക്കുക. അത് മൈനസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എയിലെ ഈ ഫംഗ്ഷന് എന്ത് വാല്യൂ ഉണ്ടോ ആ വാല്യൂ തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമായിരിക്കും എന്നാണ് ഈ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് പറയുന്നത്. അതായത് രണ്ട് ഇൻ്റർവെൽക്കിടയിലുള്ള ഒരു ഡെറിവേറ്റീവിൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് ഇവിടെ, രണ്ട് ഇൻ്റർവെൽക്കിടയിലുള്ള ഒരു ഡെറിവേറ്റീവിൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് എൻ പോയിൻറ്റ്സ് എ ആൻഡ് ബി, രണ്ട് എൻ പോയിൻറ്റ്സ്, അതായത് ബൗണ്ടറി പോയിൻറ്റ്സിൽ ഉള്ള ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആ രണ്ട് വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് എടുത്താൽ എന്ത് കിട്ടുമോ അതായിരിക്കും. ഓക്കെ, let me write this statement in bold. That is a integral of a derivative over an integral is given by the value of the function at the endpoints or at the boundaries. ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, in vector calculus there are
three species of derivatives. ഏതൊക്കെയാണ് three species of derivative? That three species are, these three pieces are ഒന്ന് gradient, രണ്ട് divergence and curl. Okay, and each has its own fundamental theorems. Let us see what are the fundamental theorems on each cases. The first one is a fundamental theorem for gradients. This is the first theorem. That is the fundamental theorem for gradient. Okay. Suppose we have a scalar function of three variables. That is, that function is t of x, y. T is a scalar function. Now let us consider we move from the point A to the point B in the figure. Okay, that is, our movement is along this particular path. Okay, then we will see if we move a small distance dl, what is the change in our scalar function t. That change in the scalar function t will be equal to delta t dot dl. Okay, I will write it in words here. Okay, they starting from A, if we move a small displacement dl, then the incremental change in t will be delta t dot dl. Okay, the total change in this function t in going from our this A to B, what will be the total change in the t? നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? That is integration from A to B delta t dot, it is delta means this is a gradient of t dot dl, that is equal to calculate the function at the end point B minus calculate the value of the function at that point A. ഇതായിരിക്കും. അപ്പോൾ നമ്മളൊരു സ്മോൾ ലെങ്ത് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഫംഗ്ഷൻ്റെ ചേഞ്ച് ഡെൽറ്റ ടി കണ്ടുപിടിച്ചിട്ട് മൊത്തം ഇൻ്റഗ്രേഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം ഏതിന് തുല്യമായിരിക്കും? എ എന്ന് പറയുന്ന പോയിന്റിൽ ആ ഫംഗ്ഷൻ ഉണ്ടാകുന്ന വാല്യൂ എത്രയാണ് കണ്ടുപിടിക്കുക, അതുപോലെ എൻഡ് പോയിന്റ് ആയിട്ടുള്ള ബിയിൽ ആ ഫംഗ്ഷൻ ഉണ്ടാകുന്ന വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക, ദിസ് ടി ബി. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, ആ ഡിഫറൻസിന് തുല്യമായിരിക്കും. ഓക്കെ, നമുക്ക് ഒരുപാട് പ്രോബ്ലം ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ദിസ് ഈസ് കോൾഡ് ഫണ്ടമെന്റൽ തിയറം ഫോർ ഗ്രേഡിയൻറ്റ്. Okay, then if what will be the statement? That is a statement is this one. That is line integral of a derivative. Here the gradient is given by the value of the function at the boundaries. Boundaries എന്ന് പറയാൻ കാരണം here the figure, here B and A are the points at the boundary. Okay. Now let me write the statement here. Okay, this is the statement. One simplest example is this one. That is, if I want to measure the height of a tower, okay, that tower is this one. ഇതിന് ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് വിചാരിക്കുക.
ഓക്കെ, അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു? ഈ മീറ്ററിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഹൈറ്റ് വരിക, h മീറ്റർ. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു സ്റ്റെപ്പ് കയറുന്നു, അതിൻ്റെ ഹൈറ്റ് ഒരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് കയറുന്നു, അതിൻ്റെ ഹൈറ്റ് h2 മെഷർ ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് എല്ലാം ഒരേ ഹൈറ്റുള്ള സ്റ്റെപ്പാണ് കേട്ടോ. ചിത്രത്തിൽ ചെറിയ പിശകുണ്ട്. അങ്ങനെ ഈ h1 h2 h3 ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് അതിൻ്റെ ടോട്ടൽ സ്റ്റെപ്സ്, ടോട്ടൽ ഹൈറ്റ് കിട്ടും അല്ലേ? അതിന് പകരം എന്ത് ചെയ്താൽ മതി? ഒരു ആൾട്ടിമീറ്റർ എടുക്കുക. ആൾട്ടിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് മെഷർ ചെയ്യാനുള്ള ഒരു സാധനമാണ്. ആൾട്ടിമീറ്റർ. ഈ ആൾട്ടിമീറ്റർ എടുത്തിട്ട് സപ്പോസ് ദിസ് ഈസ് എ പോയിന്റ് ബി ആൻഡ് ദിസ് ഈസ് എ പോയിന്റ് എ എങ്കിൽ ആൾട്ടിമീറ്ററിൽ ഈ പോയിന്റിലുള്ള ഹൈറ്റ് എത്രയാണെന്ന് നോക്കാം, വാല്യൂ എത്രയാണെന്ന് നോക്കാം. എന്നിട്ട് ദിസ് ഈസ് എ എച്ച് ബി. ഇവിടുത്തെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. എന്നിട്ട് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എച്ച് ബി മൈനസ് എച്ച് എ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതിൻ്റെ ഹൈറ്റ് കിട്ടും. ആ ഹൈറ്റ് ഏതിന് തുല്യമാണ്? ഇങ്ങനെ ഈ ഓരോ ഹൈറ്റും കൂട്ടി 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 കിട്ടുന്ന ഉത്തരത്തിന് തുല്യമാണ്. അതാണ് ശരിക്കും നമ്മുടെ തന്നിരിക്കുന്ന ഈ ഒരു ഫണ്ടമെന്റൽ തിയറം ഓഫ് ഗ്രേഡിയന്റ് പറയുന്നത്. രണ്ട് എൻ പോയിന്റ്സിലുള്ള ആ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് സബ്സ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന ഉത്തരമായിരിക്കും എന്ത്? ഓരോ ഇൻക്രിമെൻ്റൽ ചെറിയ ചെറിയ ഇൻക്രിമെൻ്റൽ ഫംഗ്ഷൻ ഉണ്ടാവുന്ന ചേഞ്ചിങ്ങിനെ കൂട്ടിക്കഴിഞ്ഞിട്ട് കിട്ടുന്ന രണ്ട് വാല്യൂ സെയിം ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ദ RHS ഓഫ് ദിസ് ഇക്വേഷൻ, അതായത് ടി പി മൈനസ് ടി എ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, that shows that this integral is path independent. That is, this line integral is path independent. Here the note, that is a to b del t dot dl depends only on the endpoints. Therefore, line integral is path independent. Okay, clear? Fine. ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പോയിന്റും ഇനീഷ്യൽ തമ്മിലുള്ള ഈ രണ്ട് പോയിന്റിലെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് സബ്സ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇതായിരിക്കും. Now let us do a problem that is unsolved in the Griffith textbook. Then this problem will give you the clear concept of this integral theorem. Okay, this is the first problem. Okay, let us read first. Check the fundamental theorem for gradients using t is equal to x square plus 4xy plus 2yz cube, comma the points a is equal to 0, 0, 0, b is equal to 1, 1, 1, and the three paths in figure 1.28. അപ്പോൾ നമ്മുടെ ഇതാണ് ഫിഗർ 1.28. ഈ ഫിഗറിൽ അവർ തന്നിരിക്കുന്നത് 3 പാത്ത് തന്നിട്ടുണ്ട്, എ ബി സി. അതിൽ ഒന്നാമത്തെ പാത്ത്, അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പാത്ത് എന്ന് പറയുമ്പോൾ എ, അതായത് നമ്മുടെ ഫിഗർ എ. ഇനി ക്വസ്റ്റ്യനിലേക്ക് പറയാം, ഈ എ എന്ന് പറയുന്ന പാത്തിൻ്റെ ചേഞ്ചിങ് എങ്ങനെയാണ്? 0, 0, 0യിൽ നിന്നും 1, 0, 0യിലേക്ക് വരുന്നു. അതായത് ഇവിടെ സംഭവിക്കുന്നത് ഫസ്റ്റത്തെ ഇങ്ങനെ കണ്ടോ. ഇത് നമുക്ക് പാത്ത് 1 എന്ന് പറയാം. പാത്ത് 1 ഈ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒറിജിനൽ പോയിന്റ് എന്ത് വരും? XYZ 0, 0, 0 അല്ലേ?
പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 0 0 ഒറിജിൻ. അവരിൽ നിന്നും 1 0 0യിലേക്ക് വരുന്നു. എക്സിൽ മാത്രമാണ് ഇവിടെ വേരിയന്റ് വരുന്നത്. ഇതൊക്കെ എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 0 0 ഫൈൻ. ഇന്ന് അവിടെ നിന്നും ഇപ്പോൾ 1 0 0യിൽ നിന്നും എവിടേക്ക് പോകുന്നു? 1 1 0യിലേക്ക് പോകുന്നു. ഇവിടെ എക്സ് 1ലാണ്, വൈ 1ലാണ്, സെഡിൽ വേരിയേഷൻ ഇല്ല. അതായത് ഡിസ്പ്ലേ. എന്നിട്ട് അവിടെ നിന്നും 1 1 1ലേക്ക് പോകുന്നു. അപ്പോൾ 1 1 1 എന്ന് പറഞ്ഞാൽ x1 y1 z1. അപ്പോൾ ഈ പോയിന്റ് ആണത്. 1 1 1 എന്ന് പറയുന്ന ഈ പോയിന്റ് ആണ്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇതാണ് പാത്ത്. ഇതിൻ്റെ ഈ പാത്തിൽ, അതായത് ഈ ഫിഗറിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദ ഫണ്ടമെന്റൽ തിയറം ഫോർ ഗ്രേഡിയൻറ്റ് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ്റെ ഫണ്ടമെന്റൽ തിയറം ഫോർ ഗ്രേഡിയൻറ്റ് പ്രൂവ് ആണെന്ന് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഫണ്ടമെന്റൽ തിയറം ഫോർ ഗ്രേഡിയൻറ്റ് ഇവിടെ ഈ ഫംഗ്ഷൻ്റെ കേസിൽ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. അതാണ് നമുക്കിവിടെ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ടി ഫംഗ്ഷൻ ഒന്നും കൂടെ എടുത്ത് എഴുതാം. ടി ഇസ് ടു എക്സ് സ്ക്വയർ പ്ലസ് 4xy പ്ലസ് 2y z ക്യൂബ്. ഓക്കെ, ഫണ്ടമെന്റൽ തിയറം ഫോർ ഗ്രേഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഫോർ എ ഗിവൺ ഫംഗ്ഷൻ ടി, ദാറ്റ് ഈസ് ലെറ്റ് us write here is a to b del t dot dl is equal to function at the end point b minus function at the starting point a. ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ടി നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡി എൽ എന്തായിരിക്കും? വാട്ട് വിൽ ബി അവർ ഡി എൽ? ദാറ്റ് ഡി എൽ ക്യാൻ ബി റിട്ടൺ ആസ് ഡി എൽ ഈസ് ഈക്വൽ ടു ഡി എക്സ് എക്സ് ക്യാപ് പ്ലസ് ഡി വൈ വൈ ക്യാപ് പ്ലസ് ഡി സെഡ് സെഡ് ക്യാപ്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഡെൽറ്റ ടി ഡോട്ട് ആണ് കാണേണ്ടത്. വാട്ട് വിൽ ബി ഡെൽറ്റ ടി? ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ഓപ്പറേറ്റർ ആദ്യം എഴുതാം. ഡോ ബൈ ഡോ ഓഫ്, ഇത് ഏതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ടി ഏത് എഴുതണം? ഈ ഇത് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 4xy പ്ലസ് 2y z ക്യൂബ് എക്സ് ക്യാപ് അല്ലേ, പ്ലസ് ഡെൽ ഓപ്പറേറ്ററിൻ്റെ അടുത്ത് എന്ത് വരും? ഡോ ബൈ ഓഫ് again t function x square plus 4xy plus 2y z cube y cap again plus dou by dou z of x square plus 4xy plus 2y z cube z cap. ഇതാണ് നമ്മുടെ ഡെൽ ടി എന്ന് പറയുന്ന ഡൈവേർജൻസ് ഓഫ് ടി. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ 2x വരും. ഡോ ബൈ ഡോ എക്സ് ഓഫ് 4xy 4y വരും. ഈ ടൈമിൽ എക്സ് അല്ലാത്തതുകൊണ്ട് ഡിഫറൻഷിയേഷൻ ഓഫ് ദിസ് വിത്ത് റെസ്പെക്ട് എക്സ് 0 ആയി. ഓക്കെ, ദെൻ ഇവിടെ നമ്മുടെ എക്സ് ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് 0. ഇവിടെ എന്ത് വരും? 4x. ഇവിടെ എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേഷൻ 2z ക്യൂബ് y ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ z ഓഫ് ദിസ് z ക്യൂബ് അല്ലേ. അവിടെ ബാക്കിയുള്ള രണ്ട് ഫംഗ്ഷനും 0 ആയി പോകും. 2y ഇൻറ്റു 3z സ്ക്വയർ z ക്യാപ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 6y z സ്ക്വയർ z ക്യാപ് 6y z സ്ക്വയർ z ക്യാപ്. ഇനി ഇപ്പോൾ
ടി ആയി. ഇനി ഡെൽ ടി ഡോട്ട് ഡി എൽ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇത് നമുക്ക് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതുമായിട്ടുള്ള ഡോട്ട് പ്രൊഡക്റ്റ് നമുക്ക് പിടിക്കണം. ഇപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ എക്സ് ഡോട്ട് എക്സ് ഒന്നാവും. അപ്പോൾ ഈ ടൈമിൻ്റെ കൂടെ ഡി എക്സ് വരും. അതായത് 2x പ്ലസ് 4y ഡി എക്സ് പ്ലസ് ഇതേപോലെ ഇവിടെ y ഡോട്ട് y ഒന്നാവും. ഡി വൈ എന്ന് പറഞ്ഞ ടൈം ഇതിൻ്റെ കൂടെ വരും. 4x പ്ലസ് 2z ക്യൂബ് ഡി വൈ. അടുത്ത ടൈം z ഡോട്ട് z ഒന്നായി. 6y z സ്ക്വയർ ഡി സെറ്റ്. ഓക്കെ, ഇനി നമ്മുടെ ഒന്നാമത്തെ പിക്ചർ ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ പിക്ചർ ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂസ് ഇതാണ്. അതായത് എ അതായത് ഇതാണ് എ, ഒന്നാമത്തെ ചോദ്യം. അതിൻ്റെ ഒറിജിൻ 0 0ൽ നിന്നും 1 0 0യിലേക്ക്. ഇതാണ് പാത്ത് 1. അതായത് 0 0ൽ നിന്നും 1 1 0യിലേക്ക്. ഇതൊക്കെ എപ്പോഴും ഓർക്കേണ്ടത് എക്സ് വൈ സെഡ് കോർഡിനേറ്റ്. എക്സ് വൈ സെഡ്, എക്സ് വൈ സെഡ്. ഓക്കെ, അപ്പോൾ ഒറിജിൻ ഇതാണല്ലോ 0 0. അവിടെ നിന്നും 1 0 0യിലേക്കുള്ള ഇതാണ് നമ്മുടെ പാത്ത് 1. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ എ എന്ന് പറയുന്ന ഈ ഒരു പിക്ചറിൽ അതിൻ്റെ ഫംഗ്ഷനിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ചേഞ്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 3 സെഗ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ 3 പാത്ത് എന്ന് പറയാം. ദിസ് കൺസിസ്റ്റ് ഓഫ് 3 പാത്ത്. അപ്പോൾ ഒന്നാമത്തെ പാത്താണ് 1. അപ്പോൾ പാത്ത് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേരിയേഷൻ എങ്ങോട്ടാ? എക്സ് വേരിയേഷൻ. എക്സ് വാരീസ് ഫ്രം 0 to 1 അല്ലേ? എക്സിൻ്റെ വേരിയേഷൻ 0 to 1. വൈയുടെ വേരിയേഷൻ ഇല്ല, 0 to 0 ആണ്. സെറ്റിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സെറ്റിൻ്റെ കാര്യമായിട്ട് വേരിയേഷൻ ഇല്ല അല്ലേ? സെറ്റ് 0 to 0. എക്സ് 0 to 1 ആണെങ്കിൽ ദാറ്റ് ഈസ് ഡി എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0. വൈയിൽ ചേഞ്ച് ഒന്നുമില്ല, therefore dy is equal to 0. സെറ്റിൽ ഇവിടെ ചേഞ്ച് ഇല്ല, കാരണം 0 to 0 ആയതുകൊണ്ട് ഡി സെറ്റ് ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ എക്സ്പ്രഷനിലെ ഡെൽ ഡോട്ട് ടി എല്ലിലെ ഡി എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0, ബട്ട് ദിസ് ഡി വൈ വിൽ ഗോസ് ടു 0, ഡി സെറ്റ് വിൽ ഗോസ് ടു 0. അപ്പോൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളപ്പോൾ നമ്മുടെ ഡെൽ ഡോട്ട് ഡി എൽ del t dot dl എന്തായിട്ട് ചുരുങ്ങി? ഫസ്റ്റ് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. 2x പ്ലസ് 4y dx എന്ന് എഴുതാം. ഇനി എന്തുകൂടെ ചെയ്യണം? ഇവിടെ വൈയുടെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? വൈയുടെ വാല്യൂ ചേഞ്ച് ഇല്ല, y 0 ആണ് അല്ലേ? അത് ഇവിടേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore, this expression will be 2x dx because y is equal to 0. അപ്പോൾ ഡെൽ ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x dx എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ബാക്കിയുള്ളൂ? ഇൻ്റഗ്രേഷന് ബാക്കിയുള്ളൂ. ഇൻ്റഗ്രേഷൻ ഫ്രം where to where? Path 1. Therefore, I use this notation. That is for this particular path. Delta t dot dl ഇത് കഴിഞ്ഞ് കിട്ടുന്ന ആൻസർ ഇൻ്റഗ്രേഷൻ ഫ്രോം വേർ ടു വേർ. ഇവിടെ നമ്മുടെ എക്സ് എഴുതാൻ പോകുന്നത്. എക്സിന് മാത്രമേ വേരിയേഷൻ ഉള്ളൂ, 0 to 1 അല്ലേ? 0 to 1 2x dx is equal to
2 into integration 0 to 1 x dx 2 into x square by 2 0 to 1 that is equal to 2 and 2 multiplied, this is 1. Okay, now let us do the path 2. Path 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this is this one. This is our path 2. Now path 2 ന്റെ വേരിയേഷൻ എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കണം. പാത്ത് 2 ന്റെ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കോഡ് നോക്കിയാൽ മതി. നമ്മുടെ പാത്ത് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പാത്ത് 2. 1 0 ൽ നിന്നും 0 0 1ലേക്കുള്ള ഇതാണ് നമ്മുടെ പാത്ത് 2. ഓക്കെ, ഇവിടുത്തെ പോയിന്റ് എത്രയായിരിക്കും? 1 1 0. ഇവിടുത്തെ പോയിന്റ് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ട് 1 0 0. അപ്പോൾ എക്സിലുള്ള വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 നിന്ന് 1ലേക്ക് 1 to 1, that is dx is equal to 0, no change in x. Okay. ഇനി വൈയിലുള്ള വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 0, ഇവിടെ ചിത്രത്തിൽ ഇവിടെ 1, 0 to 1 dy is not equal to 0. വൈയിൽ ചേഞ്ച് ഉണ്ട്. സെഡിലുള്ള വേരിയേഷനോ 0 നിന്നും 0ലേക്ക് 0 to 0. Therefore dz is equal to 0. ഈ ചേഞ്ചസ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ഡെൽ ഡോട്ട് ഡി എല്ലിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മൾ ഡെൽ ഡോട്ട് ഡി എൽ ഇതായിരുന്നല്ലോ, ഇവിടെയിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി എക്സ് 0 ആയിപ്പോൾ ഈ ടേം 0 ആവും. ഡി വൈ അല്ലേ, ഈ ഡി വൈ മാത്രം ഇവിടെ 0 ആവില്ല. അപ്പോൾ ഈ ടേമും 0 ആവും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഏതൊക്കെ വരും? ഈ 4x പ്ലസ് ഈ ടേം മാത്രമേ ഉണ്ടാവും. 4x ക്യൂബ് 4x പ്ലസ് 2z ക്യൂബ് പ്ലസ് ഡി വൈ ഇൻറ്റു ഡി വൈ ഡെൽ ടി ഡോട്ട് ഡി എൽ ഫോർ പാത്ത് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x പ്ലസ് 2z ക്യൂബ് ടു ഡി വൈ. ഇവിടെ നമ്മൾ ഇനി എന്ത് കൊടുക്കണം? എക്സിൻ്റെ സ്ഥാനത്തേക്ക് ഈ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സെഡിൻ്റെ സ്ഥാനത്തേക്ക് ഇവിടെ 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നുവെച്ച് എഴുതി കഴിഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്തേക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 into 1 plus 2 into 0 ക്യൂബ് 0 വരും into dy, that is 4 dy എന്ന് കിട്ടും. ഇനി നമ്മുടെ ഇൻ്റഗ്രേഷൻ ചെയ്യാം. പാത്ത് 2ൻ്റെ ഇൻ്റഗ്രേഷൻ, അതായത് പാത്ത് 2 ഡെൽ ടി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം വേർ ടു വേർ ഇൻ്റഗ്രേഷൻ 1 to 1 ചേഞ്ച് ഇല്ല, 0 to 1 മാത്രമേ ചേഞ്ച് ഉള്ളൂ. 0 to 1 4 dy equal to 4 into y is equal to 4. ഇനി നമുക്ക് മൂന്നാമത്തെ പാത്ത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പാത്ത് 1, ഇത് പാത്ത് 2, ഇത് നമ്മുടെ പാത്ത് 3. ഓക്കെ, പാത്ത് 3 എന്ന് പറയുമ്പോൾ ദിസ് ഈസ് എ പാത്ത് 3. അതായത് 1 0 നിന്നും 1 1 1ലേക്കുള്ള ഈ ചേഞ്ച്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? എക്സിലുള്ള വേരിയേഷൻ കണ്ടുപിടിക്കണം. എക്സിൻ്റെ 1 നിന്നും 1ലേക്കാണ്. ഫോർ നോ ചേഞ്ച് ഇൻ എക്സ്, ഡി എക്സ് ചേഞ്ച് ഇൻ എക്സ് ഇസ് ഇക്വൽ ടു 0. ഇനി വൈയിലുള്ള വേരിയേഷൻ 1 നിന്നും 1ലേക്ക് തന്നെയാണ്. നോ ചേഞ്ച് വൈ, dy is equal to 0.
സെഡിലുള്ള വേരിയേഷൻ 0-ൽ നിന്നും 1-ലേക്ക്. യെസ്, ദർ ഈസ് എ ചേഞ്ച് ഇൻ that is 0 to 1. Therefore, dz is not equal to 0. ഇനി നമ്മൾ നേരത്തെ എഴുതിയിരുന്ന കണ്ടുപിടിച്ച t ഡോട്ട് ഡി എൽ എക്സ്പ്രഷനിൽ ഈ ചേഞ്ചസ് നമുക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഞാനിത് ഇങ്ങോട്ട് കോപ്പി ചെയ്തു. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ചേഞ്ചുകളൊക്കെ ഇതിലേക്ക് കൊടുക്കണം അല്ലേ. ഡി എക്സിൻ്റെ സ്ഥാനത്തേക്ക് ദിസ് വിൽ ഗോസ് ടു 0, dy goes to 0, only dz survives. This is equal to del dot dl means 6yz square dz. ഇവിടെ yയുടെ വാല്യൂസ് നോ ചേഞ്ച്, സോറി yയുടെ വാല്യൂ y is equal to 1. ഓക്കെ, നമ്മൾ ആ വാല്യൂ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 into 1 അല്ലേ, 1 വരും, 6z square dz എന്ന് കിട്ടും. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് integration for third path. Del t dot dl is equal to third pathന്റെ ചേഞ്ചസ് എവിടുന്നാ വരുന്നത്, z-ന് മാത്രമാണ് ചേഞ്ചസ് വരുന്നത്. നമ്മൾ ചിത്രത്തിൽ 0-ൽ നിന്നും 1-ലേക്ക് അത് ചേഞ്ച് ചെയ്യുന്നു. ഈ ചേഞ്ച് മാത്രമാണ് നമുക്കിവിടെ ഉള്ളത്. Therefore 0 to 1, 6z square dz. 6 into integration of z square means z cube by 3, limit 0 1. Okay, that is in നമ്മുടെ 3 എന്ന് കൂട്ടിപ്പോയാൽ 2 1 cube means 2. അപ്പോൾ ഇവിടെയുള്ള ഈ ടോട്ടൽ പാത്തിൻ്റെ ഇങ്ങനെ വന്ന് ഇങ്ങനെയുള്ള ഇക്വേഷൻ ഓഫ് ഡെൽറ്റ ടി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്ത് 1-ലൂടെയുള്ള ഇൻ്റഗ്രേഷൻ പ്ലസ് 2-ലൂടെയുള്ള പ്ലസ് 3-ലൂടെയുള്ള ഇൻ്റഗ്രേഷൻ അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഈ കിട്ടിയിട്ടുള്ള 3 വാല്യൂസും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഫസ്റ്റത്തെ തന്നെ നമ്മുടെ പാത്ത് 1-ൽ കിട്ടിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ പാത്ത് 1 കിട്ടുന്ന വാല്യൂ 1 പ്ലസ് പാത്ത് 2-ൽ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 4. 1 + 4 5 ആയി. പാത്ത് 3-ൽ കിട്ടിയിരിക്കുന്നത് 2. So therefore we can write, if we write given limit a to b delta t dot dl is equal to 1 plus 4 plus 2, that is equal to 7. Okay, if you go back to our picture, initial problem, this integration ഇങ്ങനെ വന്ന് കിട്ടുന്ന from, if I put this is a point A, this is a point, starting point, and ഇങ്ങനെ വന്നിട്ട് എത്തുന്ന final point, this is point B, then that is AB del t dot dl കിട്ടിയിരിക്കുന്നത് എത്രയാണ്, 7 ആണ്. അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഡൈവർജൻസ്, ഫണ്ടമെൻ്റൽ തിയറം ഫോർ ഗ്രേഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യാനാണല്ലോ പറഞ്ഞിട്ടുള്ളത് ഫോർ ദീസ് പർട്ടിക്കുലർ ഫങ്ഷൻ. അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ തിയറം ഫോർ ഗ്രേഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ പാത്തിലൂടെ വന്നിട്ട് കിട്ടുന്ന ഇൻ്റഗ്രേഷൻ നടത്തിയാൽ കിട്ടുന്ന del dot dl നടത്തിയാൽ കിട്ടുന്ന ആൻസർ that will be equal to, if I write here, that will be equal to function at the end point b കണ്ടുപിടിക്കുക. എൻഡ് പോയിന്റ് ബിയിലെ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക മൈനസ് സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക ടി എ. അതെന്താ വരുന്നത്, ഓക്കെ, that is the theorem says that according to the theorem a to b
del t dot dl is equal to function at the final point minus the value of the function at the initial point. ഇപ്പോൾ ടി ബി എന്തായിരിക്കും, ടി എ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. അപ്പോൾ അതിന് മുമ്പ് ടി എന്താണെന്ന് നമുക്ക് ഇങ്ങോട്ട് കോപ്പി ചെയ്ത് എഴുതാം. അപ്പോൾ നമ്മുടെ ഫങ്ഷൻ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട്. ടി എക്സ് സ്ക്വയർ പ്ലസ് 4xy പ്ലസ് 2yz ക്യൂബ് തന്നിരിക്കുന്ന ഫിഗർ ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ ഫിഗർ എയുടെ ഫങ്ഷൻ്റെ ചേഞ്ചസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പാത്ത് ചേഞ്ചസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ടി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് എ പോയിന്റ് ബി എങ്കിൽ എ എങ്കിൽ ദിസ് ഈസ് എ ഫൈനൽ പോയിന്റ് ബി എങ്കിൽ ഇവിടെയുള്ള ഫങ്ഷനാണ്, ഫങ്ഷൻ്റെ വാല്യൂ ആണ് ടി ബി, ഇവിടെയുള്ള ഫങ്ഷൻ്റെ വാല്യൂ ആണ് ടി എ. ഓക്കെ, ഇവ തമ്മിലുള്ള സ്ട്രൈറ്റ് ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ, അതാണല്ലോ ടി ബി മൈനസ് ടി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ടി ബി എന്താണെന്ന് നോക്കാം. ടി ബി ഈ പോയിന്റിലെ ബി എന്ന് പറയുന്ന പോയിന്റിലെ എക്സ് വൈ സെറ്റ് വാല്യൂസ് ഇത്ര വരിക, ദാറ്റ് ഈസ് 1 1 1. ഹിയർ ഇറ്റ് ഈസ് 1 1 1. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ എ എന്ന് പറയുന്ന പോയിന്റിലെ ഈ പോയിന്റിലെ വാല്യൂസ് എന്താ വരുന്നത്, 0 0 0 0 0 0. ഓക്കെ, അപ്പോൾ നമുക്ക് ടി ബി കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം ടി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടി ഓഫ് 1 1. അത് നേരെ ഇതിലേക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് ഇസിക്കൽ 1 കൊടുക്കുക, y1 z1 കൊടുക്കാം. അതാണോ ടി 1 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു 1 ക്യൂബ് 1 പ്ലസ് 4 plus 2, that is 7. Similarly, find TA. A എന്ന് പറയുന്ന പോയിന്റിൽ x is equal to 0, y 0, z 0 നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. t 0 0 ഇത് വരും എല്ലാം 0 plus 0 plus 0. Therefore, our ടി ബി മൈനസ് ടി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മൈനസ് 2 ദാറ്റ് ഈസ് 7 മൈനസ് 0, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 0 ആണ്, ഈക്വൽ ടു 7. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് തിയറം del t dot dl, this is nothing but 7 equal to right hand side, that is this quantity, that is also 7. Therefore, now we have proved fundamental theorem for gradients. ഇതുപോലെ നിങ്ങൾ ബാക്കിയുള്ള 2 പ്രോബ്ലം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. തന്നിരിക്കുന്ന ഈ പ്രോബ്ലം 1.3 ബാക്കിയുള്ള പ്രോബ്ലംസ് ആയിട്ടുള്ള ബിയും സിയും, അതായത് ഈ പാത്തിൻ്റെതും നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇതിന് പുറമെ ഗ്രിഫിത്തിൻ്റെ ബുക്കിൽ സോൾവ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം കൂടെയുണ്ട്. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി നോക്കിയിട്ട് അല്ലാതെ എഴുതിയെടുക്കുക. ദിസ് ഈസ് ഹോംവർക്ക് 1, ഹോംവർക്ക് 2, ഇനി ഹോംവർക്ക് 3 ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. ഇതാണ് മൂന്നാമത്തെ ഹോംവർക്ക്, ഹോംവർക്ക് 3. ഇത് ഗ്രിഫിത്തിലെ സോൾവ്ഡ് പ്രോബ്ലം ആണ്. Question is 1, let t is equal to xy square and take point A to be the origin and B the point 2 1 0. Check the fundamental theorem for gradients. Okay.